الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما علتناهم من عملهم من شيء كل امرئ بما كسب رهين. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തു തൂറിലെ 21-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയതുഹും ബിഈമാനി. വിശ്വസിച്ചവരും അങ്ങനെ വിശ്വസിച്ച മാതാപിതാക്കളെ പിൻപറ്റിയ അവരുടെ മക്കളും, അൽഹഖ്നാഹും ബിഹിം ദുരിയതഹും, അവരെ ഞാൻ അവരോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതാണ്. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ, ഇവരുടെ ഒന്നും കർമ്മങ്ങളിൽ നിന്ന് യാതൊന്നും ഞാൻ കുറക്കുന്നതുമല്ല. കുല്ലിംബ്രിഇം ബിമാ കസബ റഹീൻ, ഓരോ മനുഷ്യനും ഓരോ ആത്മാവും അവൻ ചെയ്ത കർമ്മവുമായി അവൻ കൂട്ടി യോജിപ്പിക്കപ്പെട്ടവനാണ്. മാതാപിതാക്കളോടൊപ്പം വിശ്വാസത്തിലും കർമ്മത്തിലും ഒന്നിച്ചു നിന്ന മക്കൾ, അവരെ അള്ളാഹു കൂട്ടിച്ചേർക്കുന്നതാണ്. അത് ഇഹലോകത്തും പരലോകത്തും. അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് സ്വർഗത്തിൽ ആ മാതാപിതാക്കളോടൊപ്പമായിരിക്കും ആ മക്കളും എന്ന് തന്നെയാണ്. സഹോദരന്മാരെ, ഇന്ന് വളർന്നു വരുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ച് പല മാതാപിതാക്കൾക്കും വല്ലാത്ത ആദിയും ബേജാറുമാണ്. കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലയിൽ നടന്ന ഒരു സംഭവം, അത് അന്യജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, പക്ഷേ ഒരു മകനെ പിതാവ് തലക്കടിച്ച് കൊല്ലേണ്ടി വന്നു. അവന് കഴിഞ്ഞ വർഷം വാങ്ങിക്കൊടുത്തത് 12 ലക്ഷത്തിന്റെ ബൈക്ക്. ഈ പിറന്നാളിന് അത് തന്നെ അവർ ലോൺ എടുത്ത് വാങ്ങിക്കൊടുത്തത്. ഈ പിറന്നാളിന് അവൻ ആവശ്യപ്പെട്ടത്, അവന്റെ ജന്മദിനത്തിന് 28 വയസ്സുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കണം, 28 വയസ്സ്. ആ മകൻ ആവശ്യപ്പെട്ടത് 50 ലക്ഷത്തിന്റെ ബൈക്കാണ്. അതിന്റെ പേരിൽ നടന്ന തർക്കം, ലാസ്റ്റ് മകൻ കത്തിയെടുത്ത് പിതാവിനെയും മാതാവിനെയും ആക്രമിക്കാൻ കുത്താൻ വന്നപ്പോൾ പിതാവിന് ഒരു ഇരുമ്പ് വടി കൊണ്ട് അടിക്കേണ്ടി വന്നു. അവൻ മരണപ്പെട്ടു പോയി. ഇതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കാണിച്ചു കൂട്ടിയ വലിയൊരു ഗുണ്ടായിസം, സ്വന്തം പ്രേമിച്ച് നടന്ന പെണ്ണിനെയും അവന്റെ മാതാവിനെ അടക്കം, വല്യമ്മമാരെ അടക്കം എത്ര പേരെയാണ് അവൻ കൊന്നുകളഞ്ഞത്. ഇതിന്ന് വളർന്നു വരുന്ന തലമുറയിൽ നമ്മൾ വളരെ ഭീതിയോടുകൂടി കാണേണ്ട ഒന്നാണ്. എപ്പോഴാണ് ഈ മക്കളുടെ മൈൻഡ് മാറുക എന്ന് നമുക്കറിയില്ല. എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഈ ചിന്താഗതികൾ മക്കളിലേക്ക് കടന്നു വരുന്നത്? സഹോദരന്മാരെ, നമ്മൾ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി മക്കളുടെ വിഷയത്തിൽ ഇടപെടേണ്ട സമയം അധികരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വളർത്തിയെടുത്ത വലിയൊരു തലമുറയുണ്ട്. അതിൽ ജാഹിലിയത്തിൽ അങ്ങേയറ്റം മിണ്ടിയാൽ വാളെടുത്ത് കൊല്ലുന്ന അത്രയും പടുജാഹിലിയത്തിൽ ജീവിച്ച ഒരു ജനതയാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്. അവരിൽ തന്നെ യുവാക്കളായി വളർന്നു വന്ന, പിന്നീട് ഇന്നും മുസ്ലിം ഉമ്മത്ത് ഓർക്കുന്ന യുവാക്കളുണ്ട്. പ്രവാചകൻ കുഞ്ഞുനാൾ മുതൽ വളർത്തിയെടുത്തവർ, അത് നമുക്ക് മാതൃകയാണ്. നമ്മുടെ ഇടയിൽ കളിച്ച് നടക്കുന്ന ഈ മക്കളുണ്ടല്ലോ,
അവരെ കണ്ട് വളർത്തിയെടുക്കണം. അതിൽപ്പെട്ട ഒന്നാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ്. ത്വായിഫ് അറിയപ്പെടുന്നത് ആ അബ്ദുല്ല എന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരിലാണ്. പ്രവാചകന്റെ പിതൃവ്യന്റെ മകനാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ, അതുപോലെ തന്നെ ഉസാമത്ത് ബിൻ സെയ്ദ്, പ്രവാചകന്റെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമ. ഇവരെല്ലാം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ സ്ഥാനങ്ങളും പല പദവികളിലേക്കും അറിവുകളിലേക്കും എത്തിച്ചേർന്ന സ്വഹാബി വര്യന്മാരാണ്. മക്കളെ വളർത്തുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമും ആദ്യം വെക്കുന്ന ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കൾ അവർക്ക് മാതൃകയായിരിക്കണം. നമ്മളായിരിക്കണം നമ്മുടെ മക്കളുടെ മാതൃക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അവരെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മകനെ, നീ നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ, അവനെ മദ്രസയിൽ വിട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവൻ കാണുന്ന ഒന്നുണ്ട്. അതാണ് യഥാർത്ഥ ലൈഫ്. കിതാബുകളിൽ നിന്ന് വായിച്ചെടുക്കുന്നതല്ല, മറിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, കുഞ്ഞുനാൾ മുതൽ നമ്മൾ പറയാറുണ്ട് ഒരു വാക്കുണ്ട്, വളർത്തുഗുണം. അതുപോലെ തന്നെ വളർത്തുദോഷം. ഇത് സ്കൂളുകളിൽ നിന്നോ മദ്രസകളിൽ നിന്നോ ഇന്ന് ലഭിക്കുന്നതല്ല, മറിച്ച് വീടുകളിലെ സംസ്കാരമാണ്. ആദ്യമായി വേണ്ടത്, നമ്മൾ പണ്ഡിതന്മാർ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ മക്കളുടെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കണം. വിവാഹം മുതൽ, ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല, മറിച്ച് അവിടെ മുതൽ ചിന്തിക്കണമെന്നാണ്. നീ വിവാഹം കഴിക്കുന്ന ഇണയെ തെരഞ്ഞെടുക്കുന്നത് മുതൽ നിന്റെ ജീവിതം, നിന്റെ മക്കൾ, നിന്റെ കുടുംബം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, മതബോധമുള്ള ഇണകളെ തെരഞ്ഞെടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു സംഭവം, അബൂ ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ ഖാല ലിസ്ബി തആൽ ഹാക് സുമ്മ ലം യുഅതി ഫഹിയ കദിബ്. മക്കളെ വിളിക്കുമ്പോൾ, മകനെ ഇങ്ങ് വരി, ഞാൻ നിനക്ക് ഇത് തരാം എന്ന് വിളിച്ചിട്ട് നീ അതവന് നൽകിയില്ലെങ്കിൽ അത് കളവാണ്. അങ്ങനെ മക്കളെ പറഞ്ഞു പറ്റിക്കാൻ പാടില്ല. ചെറിയ മക്കളോട് പോലും ഇങ്ങനെ നിനക്കിത് തരാം, ഇങ്ങ് വാ മോനെ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചിട്ട് നീ അത് അവന് നൽകിയില്ലെങ്കിൽ അത് കളവാണ്. അത് ആ മക്കളിൽ ആ ഒരു ചിന്താഗതി ഉണ്ടാക്കി തീരും. തർബിയത്തു അലാ സിദ്ഖ് വഅദമിൽ കദ്ബ് ലിത്ഫലി മുൻദ് സിഗ്രി. ചെറുപ്പം മുതൽ അവരെ കളവ് പറഞ്ഞ് വളർത്താൻ പാടില്ല. അങ്ങനെ ഒരു ശീലം അവരിൽ ഉണ്ടാക്കാൻ പാടില്ല. പറ്റിക്കുക, അവരെ പറഞ്ഞു പറ്റിക്കുക എന്ന ഒരു ശീലം ഉണ്ടാകാൻ പാടില്ല. സത്യസന്ധമായി നമ്മളാൽ കഴിയുന്നത്, നമ്മളാൽ താങ്ങുന്ന കാര്യങ്ങൾ വേണം അവർക്ക് നൽകേണ്ട വാഗ്ദാനങ്ങൾ. അതല്ലാതെ അവരുടെ മനസ്സിലേക്ക് വലിയ മോഹങ്ങൾ ഇട്ടുകൊടുത്ത് അവരെ പറഞ്ഞു പറ്റിച്ചു മക്കളെ വളർത്താൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്നാണ് നീതി, തുല്യത. മക്കൾക്കിടയിൽ വിവേചനം പാടില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ആ നീതി എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ പുറത്ത് നമ്മൾ നടത്തുന്ന ഇടപാടുകൾ, എൻ്റെ വാപ്പ ഇത്തരക്കാരനാണ്, എൻ്റെ ഉമ്മ ഇത്തരക്കാരിയാണ് എന്ന് പുറത്തു നിന്ന് അവൻ ഒരു മോശപ്പെട്ട വാക്ക് കേൾക്കാൻ പാടില്ല. നീ ഇന്ന വാപ്പയുടെ മകനല്ലേ എങ്ങനെ അഭിമാനത്തോടുകൂടി, നീ ഇന്ന വീട്ടിലെ കുട്ടിയല്ലേ എന്ന് അഭിമാനത്തോടുകൂടി കേട്ട് വളരാൻ കൃത്യമായ നമ്മുടെ ജീവിതം നമ്മൾ അതിനുവേണ്ടി ഒരുക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊന്നാണ് മര്യാദയുമായി ബന്ധപ്പെട്ടത്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ്, അൻ ജാബിർ ബിൻ സമുറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു അസറാണ്, ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസർ. ലി അൻ യുഅദ്ദിബ അർ-റജുലു വലദഹു ഖൈറുൻ മിൻ അൻ യതസദ്ദഖ ബിസാഅ. നിങ്ങൾ ഒരു സാഅ് ദാനം ചെയ്യുന്നതിനേക്കാൾ, ഒരു സാഅ് സ്വതക്ക നൽകുന്നതിനേക്കാൾ വലുതാണ് നിന്റെ മകനെ നീ മര്യാദയോടുകൂടി വളർത്തൽ. ദാനം നൽകുന്നില്ലേ നമ്മൾ, അതിനേക്കാൾ വലുതാണ് നമ്മുടെ മക്കളെ നമ്മൾ മര്യാദയായി വളർത്തിക്കൊണ്ടുവരൽ. ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ വീട്ടിലുള്ള മക്കളെ മര്യാദയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് ഈ ഒരു ഹദീസിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളെല്ലാം അറിയും, വിവരവും ലോകം കാണുന്നവരുമാണ്. അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോകുകയാണ്. മറ്റൊന്ന്, കുട്ടികളെ ശിക്ഷണത്തിൽ വളർത്തേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അവർക്കൊരു കോട്ടയായിരിക്കണം, ഒരു സംരക്ഷണം അല്ലേ, ഒരു സംരക്ഷണം. അതെ, ഇളം തലമുറയാണ്. പുറത്തെന്ത് നടക്കുന്നു എന്ന് ആ മക്കൾക്കറിയില്ല. പക്ഷെ ലോകം കാണുന്ന, വാർത്തകൾ കേൾക്കുന്ന,
ലോകത്ത് പുറമെ ഇടപഴകുന്ന, ലോകവുമായി രാവും പകലും ഇടപഴകുന്നവരാണ് നമ്മൾ. നമുക്കറിയാം പുറത്തെന്താണ് നടക്കുന്നത്. വളർന്നു വരുന്ന ഈ മക്കൾക്കറിയില്ല. അതുകൊണ്ട് അവർക്ക് കൃത്യമായ ഒരു സംരക്ഷണം അവർക്ക് നൽകണം. മോശപ്പെട്ട കൂട്ടുകളിലേക്ക് പോകുന്നത്, അവരുടെ സ്വഭാവങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം ആ മക്കളെ വളർത്തേണ്ടത്. അവർക്ക് നമ്മൾ ഒരു കോട്ടയായിരിക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. മറ്റൊന്ന്, പ്രവാചകൻ പഠിപ്പിക്കുന്ന മറ്റൊരു മര്യാദ, ഇമാം അഹ്മദ് ധരിക്കുന്ന ഒരു സംഭവമാണ്. റാഫി ഇബ്നു അംർ അൽ ഗഫാരി ഖാല കുന്തു വഅന ഗുലാമുൻ അർമി നഖൽന. രണ്ട് കുട്ടികൾ, അവരാണ് ആ ഉദ്ധരിക്കുന്ന ഹദീസ്. പറയുകയാണ്, ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ ഈത്തപ്പന, മദീനക്കാരാണ് അവർ, ഈത്തപ്പനയിലേക്ക് ഞങ്ങൾ കല്ലെറിയുകയാണ്. ഫഊതിയ ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ ബുനൈ ലിമ തർമിൻ നഖൽ. അല്ല കുട്ടികളെ, നിങ്ങൾ എന്തിനാണ് ഈത്തപ്പനയിലേക്ക് കല്ലെറിയുന്നത്? ഖാല ഖുൽതു ആകിൽ. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകരെ. നമ്മുടെ എല്ലാം മക്കൾ ചെയ്യുന്ന ഒരു സ്വഭാവമാണല്ലോ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം. മാവ് അല്ലേ, അതൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ മക്കൾ ഇങ്ങനെ കല്ലെറിയും. ആ കുട്ടികൾ ഈത്തപ്പനയിലേക്ക് കല്ലെറിയുന്നത് കണ്ട പ്രവാചകൻ പറഞ്ഞു, കാൽ ഫലാ തർമിൻ നഖൽ വകുൽ മിമ്മ യസ്ഖുത് ഫി അസ്ഫലിഹ. മക്കളെ, നിങ്ങൾ അതിലേക്ക് കല്ലെറിയരുത്, ബാക്കിയുള്ളതിനെ കൂടി നിങ്ങൾ നശിപ്പിക്കരുത്. താഴെ വീണത് നിങ്ങൾ പിറക്കിയെടുത്ത് തിന്നുക. അതിനുശേഷം പ്രവാചകൻ ചെയ്തതാണ് നമ്മളിൽ ഇല്ലാത്തത്. പ്രവാചകൻ ഖാല സുമ്മ മസഹ റഅസി. ആ കുട്ടി പറയുകയാണ്, പ്രവാചകൻ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അശ്ബിഅ ബതന, അല്ലാഹുമ്മ അശ്ബിഅ ബതന. അല്ലാഹുവേ, ഈ മക്കളുടെ വിശപ്പ് മാറ്റി കൊടുക്കണേ യാ അല്ലാഹ്. തലയിൽ തടവിക്കൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു. സഹജമായി മക്കളിൽ ഉണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങളാണിത്. പണ്ഡിതന്മാർ ഇതിവിടെ പറഞ്ഞതിൻ്റെ കാര്യം, കുട്ടികളിൽ അവരുടെ പ്രായത്തിന്റെ ചാബല്യങ്ങൾ ഉണ്ടാകും, ദൗർബല്യങ്ങൾ ഉണ്ടാകും. ആ കുട്ടികളിൽ നിന്ന് സംഭവിക്കുന്നതാണ്, കുട്ടികളിൽ നിന്ന് അത് ഉണ്ടാകും. അതിനെ ആ നിലക്ക് മാത്രം കാണുക. ചെറിയ ചെറിയ അവരിൽ നിന്ന് വരുന്ന അപജയങ്ങൾ, കുറവുകൾ, പോരായ്മകൾ, അതിനെ ആ ഗൗരവത്തിൽ മാത്രം കാണുകയും അവിടെ കഠിനമായ ശാസനകളിലേക്കും അവരെ ദ്രോഹിക്കുന്നതിലേക്കും പോകാൻ പാടില്ല. എന്നാൽ അവരെ തിരുത്തേണ്ട, അവരിൽ നിന്ന് വരുന്ന വലിയ തെറ്റുകൾ, അതിനെ അതിൻ്റെ ഗൗരവത്തിൽ കാണുകയും അതിൻ്റെ ഗൗരവത്തിൽ അവരെ ശാസിക്കുകയും വേണം. ഇത് രണ്ടും കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ചെറിയ തെറ്റുകൾക്ക് വലിയ ശിക്ഷ നൽകുകയും നിയന്ത്രിക്കേണ്ട, വലിയ ശിക്ഷ നൽകേണ്ട കാര്യത്തിൽ അലംഭാവത്തോടുകൂടി അതിനെ കാണുകയും ചെയ്താൽ അത് മക്കളുടെ സ്വഭാവങ്ങളിൽ വലിയ ദൂഷ്യങ്ങൾ ഉണ്ടാക്കി തീർക്കും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇനി അതേ സംഭവം മറ്റൊന്നുകൂടി ഉദ്ധരിക്കുകയാണ്. ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, വദരിബൂഹും അലൈഹ വഹും അബ്നാഇ അശർ. 10 വയസ്സായാൽ നിങ്ങൾ മക്കളെ ശിക്ഷിക്കണം. നിങ്ങൾക്ക് അവരെ അടിക്കാം. എന്തിന്റെ കാര്യത്തിൽ? നമസ്കാരത്തിന്റെ കാര്യത്തിൽ, മതചിട്ടയുടെ കാര്യത്തിൽ. വലിയ തെറ്റുകൾ അവരിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ വദരിബൂഹും അലൈഹ വഹും അബ്നാഉൽ അശ്ർ. 10 വയസ്സെത്തി കഴിഞ്ഞാൽ പിന്നീട് അവരെ സ്നേഹത്തിൽ ആ പാലിക്കേണ്ട കാര്യങ്ങൾ കടന്നു കഴിഞ്ഞാൽ അവരെ മുറിവേൽക്കാതെ, അവരുടെ മാനസികമായി അവരെ തകർക്കാതെ ശിക്ഷണം നൽകേണ്ട കാര്യങ്ങളിൽ വടിയെടുത്ത് ശിക്ഷിക്കാം. എന്തെന്നാൽ അത്തരത്തിലുള്ള ശിക്ഷകൾ അവർക്കെന്നും നിലനിൽക്കുന്ന ഓർമ്മകൾ നൽകും. നമ്മൾ ഇന്നും 10, 40, 50 വയസ്സായവർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ പിതാക്കൾ ചില സമയത്ത് നൽകിയ ശിക്ഷ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാകും. നൂറ്റാണ്ടുകൾ, കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും നമ്മളത് മറക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ശിക്ഷണത്തിൽ വളർത്തിയത് കൊണ്ടാണ് നമ്മളിൽ അത് മാറ്റമുണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഫീ ഉംറ വകാന മഅഹു അബൂബക്കർ വബഅദു മിന സ്വഹാബ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ ഹജ്ജ്, ആ യാത്രയിൽ പ്രവാചകന്റെ ഒപ്പം ഭാര്യമാരുണ്ട്, സ്വഹാബികൾ ഒരുപാടുണ്ട്, കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി, വഖദ് തഅഖറൽ ഗുലാം സുമ്മ ഹീനമാ ദഹർ ഇദാ ബിഹി ലിവാഹിദ്. കൂട്ടമായി യാത്രയാണ്. നമുക്കറിയാം അന്ന് ആ കുട്ടി വൈകി, യാത്രയിൽ ആ കുട്ടി വൈകി. കുട്ടി എന്ന് വെച്ചാൽ കുറച്ച് പ്രായമെത്തിയ, പക്വതയെത്തിയ കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി അവർ കാത്തിരുന്നു, എത്തിച്ചേരുവാൻ വേണ്ടി. പക്ഷെ അവൻ വന്നത് ഒറ്റക്കാണ്, അവന്റെ വാഹനം കാണാനില്ല. ഫഖാമ ഇലൈഹി അബൂബക്കർ. പ്രവാചകന്റെ അടുക്കൽ ഇരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചെന്നു. വകാന മുഹരിമൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം സ്നേഹത്തിൽ
ഹൃദയവിശാലതയിൽ എല്ലാം അങ്ങേയറ്റം വിശാലതയുള്ള സഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. വകാന മുഹരിമൻ, അദ്ദേഹം ഇഹ്റാമിലാണ്. വലൈസ മഅഹു ബഈറു, വൈകി വന്ന അവന്റെ ഒപ്പം അവന്റെ ഒട്ടകമില്ല. ഖാല ഐന ബഈറുക്, അന്നത്തെ വാഹനമാണല്ലോ അത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടെ നിന്റെ വാഹനം? അവിടെ. ഖാല അവൽതുഹുൽ ബാരിഹ, അതെന്റെ കയ്യിൽ നിന്ന് ഇന്നലെ നഷ്ടപ്പെട്ടു പോയി. ഫഖാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, ബഈറുൻ വാഹിദുൻ തുളില്ലഹു ഖാല ഫതൗഫിക യദ്രിബുഹു, നിനക്കുണ്ടായിരുന്ന ഒരു വാഹനം നഷ്ടപ്പെടുത്തിയെന്നു. ഇത് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ചെക്കനെ അടിക്കാൻ തുടങ്ങി. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതബസ്സം വയഖൂൽ, പ്രവാചകൻ അവിടെ ഇരുന്നു കൊണ്ട് ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, ഉൻദുർ ഇലാ ഹാദൽ മുഹരിം മാ യസ്ന, അല്ല നിങ്ങൾ കാണുന്നില്ലേ ആ ഇഹ്റാം ചെയ്ത മനുഷ്യൻ ആ കുട്ടിയെ അടിക്കുന്നത്? പ്രവാചകൻ വിലക്കിയില്ല, അടിക്കരുത് എന്ന് പറഞ്ഞില്ല. എന്നാൽ പണ്ഡിതന്മാർ അവിടെ പറഞ്ഞത് പ്രവാചകൻ മക്രൂഹായി അതിനെ നിരുത്സാഹപ്പെടുത്തി, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇഹ്റാം ചെയ്ത മനുഷ്യൻ ആ കുട്ടിയെ അടിക്കുന്നത് കണ്ടില്ലേ എന്ന്. അടിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞുമില്ല. ഒരു വാഹനം ഉത്തരവാദിത്വത്തോടു കൂടി ഒരു യാത്രയിൽ സൂക്ഷിക്കേണ്ട കാര്യം, ആ കുട്ടിക്ക് വേണ്ടി ആ യാത്രാ സംഘം മുഴുവൻ അവിടെ കാത്തിരിക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ ആ കുട്ടിയെ ശിക്ഷിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയില്ല. മുഹരിമായിരുന്ന ഇഹ്റാമിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്. സഹോദരന്മാരെ, ഇത് പണ്ഡിതന്മാർ, ഞാൻ ആദ്യം പറഞ്ഞതും ഈ രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കുട്ടികളിൽ സഹജമായി ഉണ്ടായിരുന്ന തെറ്റുകൾ, അതിന്റെ പേരിൽ നമ്മൾ ആക്രോശിക്കേണ്ട കാര്യമില്ല. ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കുട്ടി ചില സമയത്ത് അബദ്ധങ്ങൾ ചെയ്യും, ആ പ്രായമാണ്. അതിന്റെ പേരിൽ ഞാൻ കുട്ടിയോട് കാർക്കശ്യപ്പെടാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞതുപോലെ സ്നേഹത്തോട് തലയിൽ തടവി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം അവരെ ഉപദേശിക്കേണ്ടത്. എന്നാൽ ഗൗരവത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ ചെറുപ്പത്തിൽ ഗൗരവത്തിൽ തിരുത്തിയില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം, പിതാവ് മകനെ അടിച്ചു കൊന്നതിന്റെ പേരിൽ അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ഉണ്ട്, ചെറുപ്പത്തിൽ അത് കൊടുക്കണമായിരുന്നു എന്ന്. അല്ലേ? പലരും നമ്മളെ കുറ്റപ്പെടുത്തും, നീ എന്തേ അടക്കയായിരുന്നപ്പോൾ എന്ത് നമ്മളെ ശിക്ഷണത്തിൽ വളർത്തണമെന്ന്. ആ ശിക്ഷണത്തിന്റെ കേടാണ് പലപ്പോഴും ഇന്നത്തെ തലമുറയിൽ കാണുന്നത്. ചില മോട്ടിവേറ്റ് ക്ലാസ്സുകൾ, കുട്ടികളെ അടിക്കരുത്, കുട്ടികളെ തുടരുത്, അവരെ മാനസികമായി പീഡിപ്പിക്കരുത്. സഹോദരന്മാരെ, ഇത് വല്ലാണ്ട് ഇന്ന് അതിരുവിട്ടതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. സ്കൂളുകളിൽ പോലും സ്ഥാപനങ്ങളിൽ പോലും അധ്യാപകർക്ക് മക്കളെ ശിക്ഷണത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിയമങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും പഠിപ്പിച്ച കൃത്യമായ നിഷ്ഠയിൽ നമ്മൾ അവരെ വളർത്തുക, മാനസികമായി അവരെ പീഡിപ്പിക്കാതിരിക്കുക, സ്നേഹത്തിൽ വളർത്തുക, ശിക്ഷണം നിങ്ങൾ നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കളുടെ ശിക്ഷണത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് വളർന്നു വരുന്ന മക്കളിൽ ഇക്കണ്ട സ്വഭാവ ദൂഷ്യങ്ങൾ വന്നു ചേരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് അവരുടെ കൂട്ടുകെട്ടുകളാണ്. എന്തെന്നാൽ ഇന്ന് അവർ പഠിച്ചു വളരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചുറ്റിലും അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളിലും എല്ലാം ചില തൽപര കക്ഷികൾ ആ മക്കൾ നല്ല നിലക്ക് വളരരുത് എന്ന നിലക്ക് അവരുടെ മനസ്സിലേക്ക്, ഇളം മനസ്സുകളിലേക്ക് വൈകൃതമായ ചിന്തകൾ ഇട്ട് കൊടുക്കുന്നു. ലഹരിയും പ്രേമവും കാമവും വാഹനങ്ങളിലെ റൈഡുകളും, ഇങ്ങനെ ആർത്തുല്ലസിക്കുന്ന ഒരു ജീവിതം അത് മാത്രമാണ് ഇന്നത്തെ മക്കൾ കണ്ടു വളരുന്നത്. അതിനെ കൃത്യമായി നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ബന്ധങ്ങൾ, അവർ ഇടപെടുന്ന സാഹചര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി നമുക്കൊരു ധാരണയില്ലെങ്കിൽ
അവരെ നശിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഒരു സ്കൂളോ ഒരു മദ്രസയോ ഒരു രാജ്യമോ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ കൃത്യമായി ഓരോ പ്രായത്തിലും നൽകേണ്ടത് നമ്മൾ നൽകി വളർത്തണം. കുഞ്ഞുനാളായിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം, നന്മകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. കുടുംബ ബന്ധങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകണം. കുഞ്ഞായിരിക്കുമ്പോൾ അവരോടൊപ്പം ഇരുന്ന് അവരെ നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. അവരെ കേൾക്കാൻ, അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കണം. ഇതിനൊന്നും സമയമില്ലാതെ അവരോടൊപ്പം കളിക്കാനോ ചിരിക്കാനോ അവരെ കേൾക്കാനോ ഒന്നും ചെയ്യാതെ, മറിച്ച് ഒരു വീട്ടിൽ രണ്ടായിട്ടാണ് വളരുന്നത്, ഒരു വീട്ടിൽ രണ്ടായിട്ട്. ഇങ്ങനെ വളർന്ന നമ്മൾ, അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്ന നമ്മൾ, പിന്നീട് അവരിൽ ചില ദൂഷ്യങ്ങൾ കാണുമ്പോൾ അവരെ ഉപദേശിക്കാൻ നിന്നാൽ, അതാണ് എല്ലാവരും പറയുന്നത് ഇന്നത്തെ തലമുറക്ക് അതിഷ്ടമല്ല. ഇന്നത്തെ തലമുറക്ക് ശാസിക്കുന്നവരെ, ഗുണദോഷിക്കുന്നവരെ ഇഷ്ടമല്ല. ചില വാപ്പമാർ പറയാറുണ്ട് 10ഉം 14ഉം വയസ്സായ മക്കളെ കുറിച്ച്, അവന്റെ ഏറ്റവും വലിയ ശത്രു ഇന്ന് ഞാനാണ്. പല മാതാപിതാക്കൾക്കും ഇന്ന് തോന്നുന്ന ഒരു കാര്യമാണ്, അവന്റെ ഏറ്റവും വലിയ ശത്രു അവന് ജന്മം നൽകിയ ഞാനാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവരെ കൃത്യമായി അവരെ കേട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം കളിച്ച് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നമുക്ക് ഈ വാക്ക് പറയേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി അവർ വലിയ വലിയ ജോലികളിലും സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥരായി കയറുന്നതിനേക്കാൾ നമുക്ക് അഭിമാനം അവൻ എവിടെയെങ്കിലും ഇരുന്നാലും കൈകൾ ഉയർത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ്. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹു എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ, അവരോട് കാരുണ്യം കാണിക്കണേ. നമ്മൾ മരിച്ച് 6 അടി മണ്ണോട് ചേർന്നാലും അവൻ നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബൂയ്, എൻ്റെ വാപ്പ നിങ്ങൾക്ക് സലാം, അല്ലാഹു എൻ്റെ വാപ്പയുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ. ഏതുന്നതങ്ങളിൽ എത്ര സാമ്പത്തികമുണ്ടെങ്കിലും എൻ്റെ മക്കളിൽ നിനക്ക് കൺകുളിർമയുണ്ടാകണേ. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ. ഈ ഖുർറത്ത് അയുൻ അവരുടെ സമ്പത്തിലോ അവരുടെ ഉദ്യോഗങ്ങളിലോ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, മറിച്ച് അവർ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കാണുമ്പോഴാണ് നമുക്കത് ലഭിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായ മതചിന്തകളും മതചിട്ടകളിലും അവരെ വളർത്തിയെടുക്കണം. വിദ്യാഭ്യാസം നൽകുക. അല്ലാഹു വിധിച്ചതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തും. അതാണ് യതീമായി മരണപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരെ നിങ്ങൾ ഒഴിവാക്കിപ്പോയ, നിങ്ങൾ അവരെ ഇട്ടേച്ചും പോയതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്തെന്നാൽ അല്ലാഹു അവർക്ക് അവരെ എത്തിക്കും. എന്നാൽ അവരെ കുറിച്ച് നിങ്ങൾ ഓർക്കുക, എന്താണ് അവർക്ക് ഞാൻ കൈമാറിയത് എന്ന്. സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും സമുദായത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി അല്ലാഹു നമ്മളെ മക്കളെ മാറ്റി തീർത്തുമാറാക്കട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് സംഭവിച്ച ചെറുതും വലുതുമായ തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി നൽകണേ യാ അല്ലാഹ്. അല്ലാഹുമ്മ ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വമിൻഹുമുൽ അഹ്യാഇ വൽ അംവാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ഭക്ഷണം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നമ്മളോട് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും അദ്ദേഹത്തിൻ്റെയും എല്ലാം വിഷമങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്ന് മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മൾ ഇവിടെ നൽകുന്ന ഈ ഭക്ഷണത്തിൽ നമ്മളിൽ നിന്നുള്ള സഹോദരന്മാരാണ് ഇതിനെല്ലാം പലപ്പോഴും എല്ലാ കാര്യങ്ങളും സാമ്പത്തികവും മറ്റു കാര്യങ്ങളും എല്ലാം നിർവഹിക്കുന്നത്. പലർക്കും പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. അല്ലാഹു നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം ചേർത്ത് നിർത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വമിൻഹുൽ അഹ്യാഇ വൽ അംവാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.